പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞിരിക്കുക, യേശു അവകാശപ്പെട്ടതുപോലെ അവകാശപ്പെട്ട ഒരു വ്യക്തി ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്നോട് പറയാണ്, യേശു ഒരു ഗുരുവാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും അതിന് എതിരഭിപ്രായമില്ല. യേശു ഒരു ഗുരുവാണെന്ന് പറയുന്നതിനെതിരെ എതിർപ്പ് എന്തിനാ? ഹല്ലേലൂയ. ഇസ്ലാം മതം പറയുന്നത് മുഹമ്മദ് നബിയേക്കാൾ ഒരല്പം താണ ഒരു പ്രവാചകനാണ് യേശു എന്നാണ്. ഹല്ലേലൂയ. അതായത് യേശു ഒരു പ്രവാചകനാണെന്ന് അവർ അംഗീകരിക്കുന്നു. അപ്പോൾ യേശു ഒരു പ്രവാചകനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ലോകത്തിൽ ആരും അത് എതിർക്കുകയില്ല. ഒരു വ്യക്തിക്ക് അതിനകത്ത് എതിർപ്പില്ല. യേശു ഒരു ഗുരുവാണെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരും അത് എതിർക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ല. യേശു മറ്റു ഗുരുക്കളെ പോലെ ഒരു ഗുരുവാണോ? യേശു മറ്റ് പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണോ? യേശുവിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, മറ്റെല്ലാ ഗുരുക്കളും പ്രവാചകന്മാരും ദൈവത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. എന്നാൽ ക്രിസ്തു പ്രസംഗിച്ചത് ദൈവത്തെക്കുറിച്ചല്ല. ക്രിസ്തു പ്രസംഗിച്ചത് ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും തന്നെക്കുറിച്ചാണ് എന്നാണ് യേശു പ്രസംഗിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവകാശപ്പെട്ടത് മുഴുവനും യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവകാശപ്പെട്ടു. നോക്കൂ, യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. യേശു പറഞ്ഞു, ഞാൻ ജീവനും പുനരുത്ഥാനവുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. ഇങ്ങനെ അവകാശപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ വായിക്കുമോ? എന്തുമാത്രം നോവലുകളാണ് ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത്. എത്രയോ സാങ്കല്പിക കഥാപാത്രങ്ങൾ നമ്മൾ ഓരോ നോവലുകളിലും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ യേശു അവകാശപ്പെട്ടതുപോലെ അവകാശപ്പെട്ട ഒരു വ്യക്തി ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക. ഈശോ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങളൊന്ന് ഓർത്തേ, ഇനി വല്ല അധികാരമുണ്ടോ? സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നു? ഇനി അതിന് വെളിയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇനി നമ്മളെ ഭയപ്പെടുത്തുന്ന യാതൊന്നും ഒരിടത്തുമില്ല. കാരണം എന്താ? സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനപ്പുറത്ത് ഇനി നമ്മളെ ഭയപ്പെടുത്തുന്ന യാതൊന്നുമില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ മുഖത്തു നിന്ന് എല്ലാ ഭയത്തെയും മാറ്റിക്കളയണം. ഭയം യേശു വിശ്വാസത്തിന് എതിരാണ്. ബൈബിളിൽ എത്രയോ സ്ഥലത്താണ് നിങ്ങൾ ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്ന് എഴുതി വച്ചിരിക്കുന്നത്. എന്താ കാരണം? എല്ലാ അധികാരവും ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നു? യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പം
നമ്മളെ ഭയപ്പെടുത്തുന്ന ഏതൊരു കാര്യവും ആരുടെ കീഴിലാണ്? യേശുവിന് കീഴിലാണ്. ആ യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. ആ യേശു എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക. ഭയം സാത്താൻ നമ്മളിൽ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. അത് വിശ്വാസത്തിന് എതിരാണ്. ബൈബിളിൽ എപ്പോഴെല്ലാം മാലാഖമാരും ദൈവവും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയുന്നത് എന്താണെന്നറിയാവോ? ഭയപ്പെടേണ്ട എന്നാണ്. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.